ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ താൻ നൽകിയ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് PV അൻവർ പറയുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ അൻവറിന്റെ ആരോപണം CPM അന്വേഷിക്കും. ഈ ഉറപ്പ് അൻവറിന് MV ഗോവിന്ദൻ നൽകിയിട്ടുണ്ട്. അതിനിടെ പിണറായിയെ വീട്ടിൽ നിന്നുമല്ല മുഖ്യമന്ത്രിയാക്കിയതെന്നും പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയതെന്നും അൻവർ വിമർശനമുന്നയിക്കുകയും ചെയ്യുന്നു. ഇതോടെ മുഖ്യമന്ത്രിയെ പരോക്ഷമായി ആക്രമിക്കുകയാണ് അൻവർ. ചില രാഷ്ട്രീയ ബാഹ്യ ഇടപെടലാണ് ADGPയെ രക്ഷിച്ചതെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് മനസ്സിൽ വച്ചാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ചില സൂചനകൾ അൻവർ ഉയർത്തുന്നതും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെ നിയമിച്ചത് CPM ആണ്. അതുകൊണ്ട് തന്നെ പരാതി അന്വേഷിക്കാൻ CPMന് കഴിയും. അൻവറിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ പാർട്ടി നടപടിയെടുക്കും. CPM സംസ്ഥാന സെക്രട്ടറിയും അൻവറിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരായ വിമർശനം പാർട്ടിയെ ആദ്യം അറിയിക്കണമായിരുന്നു. പൊതുസമൂഹത്തിൽ ഉന്നയിച്ചത് ശരിയായില്ല. പാർട്ടിയെ ആദ്യം അറിയിച്ചിരുന്നുവെങ്കിൽ P ശശിക്കെതിരെ പോലും നടപടിയെടുക്കാൻ അതിവേഗം കഴിയുമായിരുന്നു. എന്നാൽ പാർട്ടിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഭിന്നതയുണ്ടെന്ന തരത്തിലെ ഇടപെടൽ ഇനി നടപടിയെടുത്താലുണ്ടാകും. ഇതിലെ പ്രശ്നങ്ങളും അൻവറിനെ ധരിപ്പിച്ചുവെന്നാണ് സൂചന. ADGPക്കെതിരെ അടക്കമുള്ള പരാതി അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിച്ചതിലുള്ള അതൃപ്തിയും അൻവർ പ്രകടിപ്പിച്ചു. ഹെഡ്മാസ്റ്ററെ കുറിച്ച് അന്വേഷിക്കുന്നത് പ്യൂണാകരുതെന്നും അങ്ങനെയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്നും അൻവർ ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം വളരെ കരുതലോടെയായിരുന്നു അൻവർ പ്രതികരിച്ചത്. എന്നാൽ പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം കുറച്ച് ആവേശം അൻവറിന് കൂടിയിട്ടുണ്ട്. എല്ലാം പരിശോധിക്കുമെന്ന ഉറപ്പ് ഗോവിന്ദൻ നൽകിയതുകൊണ്ടാണിത്. പിണറായി വിരുദ്ധതയുള്ള പാർട്ടി അണികളും അൻവറിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിണറായിയുടെ വീട്ടിലേക്ക് പോലും ചർച്ചകൾ എത്തിക്കാൻ അൻവർ ശ്രമിക്കുന്നത്. ഞാൻ ഉയർത്തിയ വിഷയങ്ങളുമായി പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും. അതിൽ ഒരു തർക്കവുമില്ല. ADGPയെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമോ എന്നത് സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിക്ക് മുന്നിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. അൻവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും അൻവർ നൽകിയ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയാക്കും. വെള്ളിയാഴ്ച യോഗം ചേരുന്നുണ്ട്. ഇത് അന്തസ്സുള്ള സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. അവരുടെ മുന്നിലാണ് എൻ്റെ പരാതി നൽകിയിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഹെഡ്മാസ്റ്ററെക്കുറിച്ച് പരാതി നൽകിയാൽ അദ്ദേഹത്തിന് കീഴിലുള്ള അധ്യാപകരും പ്യൂണുമല്ല അന്വേഷിക്കുക. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാകുമോ? ഞാൻ പരാതി നൽകിയിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അത് പഠിക്കട്ടെ. അതിന് നടപടിക്രമങ്ങളുണ്ട്, അൻവർ പറഞ്ഞു. MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിലുള്ളത് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്. ആ ഘട്ടത്തിൽ എങ്ങനെ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതേ ചോദ്യം തന്നെയാണ് തനിക്കുമുള്ളതെന്ന് അൻവർ മറുപടി പറഞ്ഞു. അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. എനിക്ക് പിന്നിലുള്ള ദൈവം മനുഷ്യരല്ല, ദൈവം തന്നെയാണ്. എനിക്ക് ഒരുറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാരും പാർട്ടിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ സർക്കാരിനെ അധികാരത്തിലെത്തിച്ച ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വിശ്വസ്തി ഏൽപ്പിച്ചവർ ഈ വിശ്വാസ്യത നിറവേറ്റിയില്ല. ഏൽപ്പിച്ചവരല്ല അതിന് ഉത്തരവാദിയെന്ന് അൻവർ പറഞ്ഞു.